ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രുചിരസം. ഇന്ന് നമ്മൾ മത്തപ്പൂ കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മത്തപ്പൂവ് പലരും അധികം അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. എന്നാൽ ഇതിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലിനും കാഴ്ചയ്ക്കും അങ്ങനെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു സസ്യമാണ് മത്ത എന്ന് പറയുന്നത്. മത്തയുടെ ഇലയും കായും പൂവും എല്ലാം ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ മത്തപ്പൂവ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ തണ്ടോടുകൂടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറമേലുള്ള ആ പച്ച ഇതളുകൾ മാറ്റിയതിന് ശേഷം പൂവ് നമുക്കിതുപോലെ നന്നാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇതളുകൾ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ പൂമ്പൊടി വരുന്ന ഭാഗം നമുക്ക് എടുത്ത് കളയാം. അത് നമ്മൾ തോരനുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറില്ല. ഇനി നമുക്കിതിൻ്റെ തണ്ട് ഭാഗം നന്നാക്കിയെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു കട്ടിയുള്ള തൊലി നമുക്ക് ഇതുപോലെ ചീവി കളയണം. അത് കുറേശ്ശെ ഇങ്ങനെ മുറിച്ചിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിയുള്ള ഭാഗം ഇങ്ങ് പോരും. അത് വേവാൻ പാടാണ്. നമ്മൾ മുറിക്കുമ്പോഴൊന്നും മുറിയാണ്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മുറിച്ച് കളയുന്നത്. ഈ ചേമ്പിൻ്റെയൊക്കെ തണ്ടിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളയുന്ന പോലെ ഇതിനകത്തുനിന്ന് എടുത്ത് കളയാം. അങ്ങനെ ഓരോ തണ്ട് നന്നാക്കി എടുക്കുക. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിത് അരിയാനും വൃത്തിയാക്കാനും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. കാരണം നമ്മളിത് നന്നാക്കി കഴിഞ്ഞിട്ട് കഴുകാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മളിതെല്ലാം അടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തോരൻ്റെ പാകത്തിനായിട്ട് രണ്ടും സെപ്പറേറ്റ് തന്നെ അരിഞ്ഞെടുക്കുക. രണ്ടിനും രണ്ട് വേവാണ്. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഇത്രയും വേണം. നമ്മളിവിടെ ഒരു 4 ചെറിയുള്ളിയും കൂടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സവാള സാധാരണ ഇതിന് ഉപയോഗിക്കാറില്ല. ചെറിയുള്ളിയാണ് ഇതിന് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു 2 നുള്ള് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉഴുന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ടിൻ്റെ ഭാഗം ചേർത്ത് കൊടുക്കാം. തണ്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് വേവിച്ചെടുക്കുന്നത്. പൂവ് വേവാനായിട്ട് അധികം താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മളത് അവസാനം മാത്രമേ ചേർക്കുന്നുള്ളൂ. ആദ്യം തണ്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ പൂവിൻ്റെ തോരൻ നമ്മൾ എല്ലാ പൂക്കളും തോരൻ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കാരണം ഒരുപാട് നേരം വേവിച്ച് നമ്മളതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 സ്പൂൺ തേങ്ങ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയ തേങ്ങയാണ് നമ്മൾ ഇതിനും ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ തണ്ട് വേവുന്ന വരെ ഇതിനൊന്ന് പൊത്തി വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 30 സെക്കൻഡ് വെന്താൽ മതിയാവും. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തപ്പൂവ് ചേർത്ത് കൊടുക്കാം. പൂവ് നമ്മൾ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. എല്ലാ പൂക്കളും നമ്മളിപ്പോൾ മുരിങ്ങപ്പൂവാണെങ്കിലും ഒക്കെ വേവിക്കുമ്പോൾ അധികം വേവില്ല. അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും അവസാനമാണ് നമ്മളിതിൻ്റെ തണ്ടെല്ലാം വെന്തതിന് ശേഷം മാത്രമാണ് പൂവ് അരിഞ്ഞു വെച്ച് ഇതളുകൾ അരിഞ്ഞു വെച്ചത് ചേർക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഒരുപാട് താമസമൊന്നുമില്ല ഇത് വെന്ത് വരാനായിട്ട്. വല്ലാണ്ട് വേവിച്ച് ഒരിക്കലും ഇതിൻ്റെ പോഷക ഗുണം അധികം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഒരല്പം വെള്ളം ഇറങ്ങി വരും. അത് ഈ തേങ്ങ ചേർത്തേക്കുന്നതുകൊണ്ട് ആ വെള്ളം പെട്ടെന്ന് തന്നെ അത് പിടിച്ച് വലിച്ചെടുത്തോളും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ മത്തപ്പൂ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും രുചിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ വീട്ടിൽ മത്തപ്പൂ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.